ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമായി. ഇന്ന് നമ്മൾ ആദ്യം പോകാൻ പോകുന്നതാണ്. ഇന്ന് ഫുൾ പരിപാടി ഫുൾ സെറ്റാണ്. എല്ലാം ബുക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോകുന്നത് നമ്മൾ നീരാടാൻ, തെർമൽ ബാത്ത്. അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. പോയിട്ട് നല്ല സോണ, പിന്നെ അങ്ങനത്തെ തെർമൽ ബാത്ത്, ഹോട്ട് ടബ്, അങ്ങനത്തെ എല്ലാമായിട്ട് കുളിക്കുക. നമ്മളെ നാട്ടിൽ കുളത്തിലെല്ലാവരും കൂടി കുളിക്കൂലേ, അത് ഇവിടെ ഒരു പരിപാടി. അത് ഇവിടുത്തെ ഒരു മെയിൻ പരിപാടി. ഇവിടെ കുറച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കുക, നല്ല കുളത്തിൽ. അപ്പം അതിനാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വെടിവെക്കാൻ പോകുന്നത്, തോക്കുകൊണ്ട്, ഒറിജിനൽ തോക്കുകൊണ്ട് വെടിവെക്കാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് റിവർ ക്രൂസ്. അപ്പോൾ ഇതെല്ലാം ഇന്ന് പരിപാടി. അപ്പോൾ ആദ്യം നമുക്ക് തെർമൽ ബാത്തിലേക്ക് പോവാം. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് എന്തെന്ന് ഏതൊന്നും ഒരു പിടുത്തമില്ല. തെർമൽ ബാത്ത് എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അവിടെ എന്ത് സെറ്റപ്പ് ഇതൊന്നും അറിയില്ല വലിയ കാര്യമായിട്ട്. പിന്നെ സോന എന്നെല്ലാം പറഞ്ഞ സാധനം ഉണ്ട്, മറ്റേ സ്റ്റീമിലെല്ലാം ഇല്ലത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണെന്ന്, വേറെ ടിക്കറ്റ് എടുക്കണമല്ല, ഇതെല്ലാം കൂടി ഒന്നാണോ ഒരു പിടുത്തമില്ല. സംഭവം ടിക്കറ്റ് എടുത്തിന് പോന്ന്. തോർത്തെല്ലാം എടുത്തിട്ടുണ്ട്. ഏതായാലും തല നനഞ്ഞാൽ തോർത്തണമല്ല. അപ്പോൾ തണുത്ത വെള്ളമായിട്ടാണെങ്കിൽ പെട്ട്, അല്ലെങ്കിലേ തണുപ്പാന്ന് ഇടാം. അപ്പോൾ പോകുന്നുണ്ട്. അതിൻ്റെ മുമ്പേ ആദ്യം ചെരുപ്പ് പണിയണം. ചെരുപ്പില്ല. ചെരുപ്പ് വരുമ്പോൾ എടുക്കാനും മറന്നുപോയി. അപ്പം പിന്നെ അത് ആദ്യം അത് മേടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളത്തിലാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ ബാക്കി ഷൂട്ടിങ് പരിപാടിയിലും ഇല്ല. അപ്പോൾ ഒരു ദിവസം വെള്ളത്തിൽ കിടക്കണം, അപ്പം അവിടെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഏതായാലും പോയി നോക്കാം. ഇവിടുത്തൊരു മെട്രോ സ്റ്റേഷൻ്റെ പ്രത്യേകതയാണ്, ആൾക്കാരും ഉണ്ടാവില്ല, ഭയങ്കര സൈലൻറ്റും ആയിരിക്കും. നമ്മൾ ഒറ്റ സംസാരിച്ചാൽ ഈ നാട് മൊത്തം കേൾക്കും. ഒരു ചെറിയ മെട്രോ സ്റ്റേഷനാണ്. ഒട്ടാകെ ഇരിക്കാനാകെ 2 സീറ്റേ ഇല്ലൂ. ഒന്ന് ഈടിയും പിന്നെ ഒന്ന് ആടിയും. കണ്ടു, ഇതാണ് മെട്രോ സ്റ്റേഷൻ. നാടുന്നൊരു വണ്ടി വരും, അല്ലെങ്കിൽ ഇവിടുന്ന് വണ്ടി വരും. സിമ്പിൾ, വളരെ സിമ്പിൾ, വളരെ ഹമ്പിളായിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷൻ. ചെറിയത് ഇതെടുത്ത് ഇങ്ങനെ മെയിൻ മെട്രോ സ്റ്റേഷനാണ്. ഇത് സിറ്റിയിൽ നടക്കുന്നത് മെയിൻ മെട്രോ സ്റ്റേഷൻ. ഇത്ര സിമ്പിള്, ഇരിക്കാനും സ്ഥലമേ ഇല്ല. ഗൈസ്, ചെരുപ്പ് പണിക്കാൻ വന്നിട്ട് പെട്ട അവസ്ഥയാണ്. ഇന്ന് ഇവിടെ നാഷണൽ ഹോളിഡേ ആണ്. ഹംഗറിൻ്റെ മറ്റേ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ അനുമോദിക്കുന്ന ദിവസമായിട്ടാണ് ഇന്ന്. അപ്പം ഫുൾ ആടെല്ലാം പ്രസിഡൻറ്റിൻ്റെ പ്രസംഗമെല്ലാം ഉണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ആടെല്ലാം ഫുൾ മെട്രോ എല്ലാം ക്ലോസ്ഡ്, അങ്ങനത്തെ എല്ലാം പരിപാടി. അപ്പം ചെരുപ്പില്ല, അതന്നെ മെയിൻ സാധനം. ഒരു ചെരുപ്പ് പണിക്കാൻ വന്നിട്ട് ചെരുപ്പിൻ്റെ വീടേ തുറന്നില്ല, എല്ലാം അടിച്ചിട്ടാണ് ഇല്ലത്. സ്നീക്കർ ആൻഡ് സ്ട്രീറ്റ് വെയർ സ്റ്റോർ എല്ലാം അടിച്ചിട്ടാണ് ഇല്ലത്. കുറച്ച് കഴിയുമ്പോൾ തുറക്കുന്നു വിചാരിക്കുന്നു. എന്നിട്ട് വേണം അവിടെ കുളിക്കാൻ പോവാൻ. ഈ ചെരുപ്പില്ലാണ്ട് പോയാൽ നടക്കൂല എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്, അവരെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട്. അതാണ് പെട്ട അവസ്ഥയായിട്ടുള്ളത്. അപ്പോൾ ചെരുപ്പ് വരുത്തി അടക്കായിരുന്നു. ഗൈസ്, ഇന്ന് സംഭവം ഇവിടുത്തെ നാഷണൽ ഡേ ആയതുകൊണ്ട് വണ്ടിയൊന്നുമില്ല. എന്തെല്ലോ മാർച്ചും ഡെമോൺസ്ട്രേഷൻ പരിപാടി എന്തെല്ലോ ഉണ്ട് ഇവിടെ നടക്കുന്നു. അപ്പോൾ നടന്നിട്ട് തന്നെ പോകണം. കുറച്ചുണ്ട് നടക്കാൻ, ഒരു 40 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നിരുന്ന ഏകദേശം ഇനിയൊരു 10-15 മിനിറ്റ് ബാക്കിയുണ്ട്. ഇന്ന് നടക്കണ്ടെന്ന് വിചാരിച്ചാണ്, സമ്മതിക്കൂല ഇവർ, നടത്തിച്ച്. ഇതിപ്പോൾ എല്ലാവരും നടക്കുകയായിരുന്നു. അതായത് ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ബുഡ വേറെ പെസ്റ്റ് വേറെ, നടുക്കൊരു പുഴയുണ്ട്. അപ്പോൾ ആ പുഴയുടെ അപ്പുറത്തേക്ക് പോകാൻ ഇന്ന് നടന്നിട്ടേ വഴിയില്ലു, ബാക്കിയെല്ലാം പൂട്ടിയിട്ടേ ഉള്ളത്. മെയിൻ ബ്രിഡ്ജെല്ലാം ക്ലോസ് ചെയ്തിട്ടേ ഉള്ളത്. കുറച്ച് പണിയുണ്ട്. കണ്ടു, ഈ പുഴയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ദിസ് പുഴ എല്ലാവരും നടക്കുന്നു, ഓൾ പീപ്പിൾ. നോക്കി കണ്ട, ഇതിന് നടന്നിരുന്നു. ഇതൊക്കെ ഉണ്ട്, ചെറിയൊരു ഐലൻഡ് പോലത്തെ സ്ഥലം, പുഴയുടെ നടുക്ക്. അവിടെ ചെറിയ ജിമ്മ് പരിപാടിയെല്ലാം ഉണ്ട്, ആൾക്കാർ ഓടുന്നുണ്ട്, കളിക്കുന്നുണ്ട്, നല്ല പരിപാടി. പിന്നെ നമുക്കിതും കഴിഞ്ഞിട്ട്, ഈ ഐലൻഡും കഴിഞ്ഞിട്ട് ആടെ ഒരു ചെറിയ പുഴ ഇനിയും ഉണ്ട്. അതും കഴിഞ്ഞിട്ട് പോയിട്ട് നടന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയിട്ട് പിന്നെ അങ്ങോട്ടോ പോകണം. ഒരു പിടുത്തമില്ല. അപ്പോൾ വന്നത് വെറുതെ ആയിട്ടില്ല, ഇങ്ങോട്ട് നടന്നു വന്നത്. കിടിലം പരിപാടികൾ നടക്കുന്നുണ്ട് ഇവിടെ, കാണിച്ചു തരാം. ഇതാ നമ്മ ആൾക്കാരെ നടുക്കെ നടന്നു പോവേൻ.
പറ ഒന്നൊന്ന് എനിക്ക് സാധനം തരാം, ഞാൻ പോയിക്കോളാം. വാ എൻ്റെ ബാക്കിൽ വന്നു. Akár Magyar Péternek, akár a Tiszás szimpatizásoknak mit gondoljanak még át a választás? Patu. ഗൈസ് ഇന്ന് ബാത്ത് പോകുന്ന പരിപാടി മൂഞ്ചിന്നാണ് തോന്നുന്നത്. പെട്ടിട്ടില്ല, ഇത് കണ്ടോ അനങ്ങാൻ കഴിഞ്ഞില്ല. ഗൈസ് ഇതാ ഇതുവരെ പുറത്തിറങ്ങിയില്ല. 1 മണിക്കൂറോളായി ക്യൂവിൽ നിൽക്കുന്നു. ക്യൂവിലല്ല, സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. പെട്ടു സ്റ്റക്കാവല്ലേ? എല്ലാവരും വഴി തരുന്നുണ്ടല്ലോ. നേരത്തെ അവർക്ക് അവരെപ്പോഴും നിൽക്കണം എന്നാണല്ലേ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പൊളിറ്റിക്സ് അതിൻ്റെ ഇടയ്ക്ക്. ഇതാണ് ഹംഗറീൻ്റെ എന്തോ പരിപാടി. ഇവരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ അനുമോദനം, അങ്ങനത്തെ ദിവസം അനുസ്മരണം, അങ്ങനത്തെ ദിവസം ഇങ്ങനെയാണ് ഉണ്ടാവല് രാജ്യം. ഇവിടെ ഫുള്ള് പോലീസെല്ലാം. എൻ്റെ മോനെ എന്തൊരു തിരക്ക്. സംഭവം നമ്മളെ നാട്ടിൽ ഇൻഡിപെൻഡൻസ് ഡേക്കെല്ലാം ഉണ്ടാകുമ്പോൾ തിരക്കുണ്ടാവില്ലേ, അതേപോലെ ഇതാട്ടത്തെ തിരക്ക്. അയ്യോ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. എല്ലാവരും നല്ല ആൾക്കാർ ചിരിച്ചോണ്ട് ഹാപ്പി, എല്ലാവരും ഹാപ്പി, ഫുൾ ഹാപ്പി. കഴിച്ച് നമ്മൾ കുളിക്കേണ്ട സ്ഥലത്തേക്ക് എത്തി. നല്ല സ്ഥലമാണ് കണ്ട, നല്ല സ്ഥലം. ഇങ്ങനത്തെ എല്ലാം സെറ്റപ്പാണ് കുളിക്കാൻ കണ്ട. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുളിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ അറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാമെല്ലാം കണ്ട. സെൻറ്റ് ലൂക്കാസ് ഗിയോഗിഫുറോ. യെസ്, ദിസ് ഈസ് ഗ്രേറ്റ്. ഗൈസ് അങ്ങനെ കുളിക്കാൻ പോകുന്നതാണ്. ഗൈസ് അപ്പം ടിക്കറ്റെല്ലാം സെറ്റായി. നടന്ന് കയറുന്നുണ്ട് മുകളിലേക്ക്. അവരിങ്ങനെ തന്നെ ഇങ്ങനത്തെ വാച്ച് പോലത്തെ ഒരു സാധനം തന്നിരുന്നു. ഇതിന് NFC ഉണ്ട്. ഇപ്പോൾ ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും കയറാൻ പറ്റും. അത് വർക്കാവുന്നില്ല മെഷീൻ. പെട്ട ഗൈസ് എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് സംഭവം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ട, അതങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ലാന്ന് തോന്നുന്നു. അപ്പം അറിയില്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇതാണ് സംഭവം. ഇവിടെ ക്യാമറ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കണ്ടോ ഇത് കണ്ടോ, ഇതാണ് പൂള്. ഉള്ളിൽ ഹോട്ട് സോന, പല പരിപാടിയും ഉണ്ട്. പിന്നെ ഇത് ഇരുന്ന് ഉപയോഗിക്കാൻ കഴിയുമോ അറിയില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാൻ പോലെ മുകളിൽ പോകാൻ തോന്നുന്നു കേട്ടോ. ഗൈസ് അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പലതരം പരിപാടി ഉണ്ടായിരുന്നു. മസാജ്, പിന്നെ ഹോട്ട് സോന, അങ്ങനത്തെ എല്ലാം. ചില സ്ഥലത്തെല്ലാം നമ്മൾ അയച്ചിട്ടിട്ട് ഫുൾ അയച്ചിട്ടിട്ട് വേണം പോയിട്ട് ഇരിക്കാൻ. അതിൻ്റെ ഉള്ളിൽ 100 ഡിഗ്രി എല്ലാം. ഈ മാലയിലിട്ടിട്ട് ഇരുന്നിട്ട് ഇതെൻ്റെ നെഞ്ഞിന് കൊണ്ടിട്ട് ഞങ്ങൾക്ക് ചൂടെടുത്തിട്ട് അവസാനം ഊരിച്ചാടേണ്ട അവസ്ഥയായി. 100 ഡിഗ്രിയിൽ ഉള്ളിലിരിക്കണം ഫുൾ അയച്ചിട്ടിട്ട്. കുറേ ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനത്തെ സീനൊന്നുമില്ല, അയച്ചിട്ടിരിക്കുന്നതുകൊണ്ട് സീനൊന്നുമില്ല. നല്ല മൂഡ്, നല്ല സ്ഥലം. ബുഡാപെസ്റ്റ് ആരെയും കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ സ്ഥലമുണ്ട് ഇവിടെ. ഇങ്ങനത്തെ ബാത്ത് എന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലമുണ്ട്. എവിടെ പോയാലും കുഴപ്പമില്ല, അടിപൊളി സ്ഥലം. നല്ല സെറ്റ് പരിപാടിയാണ്. മസാജ്, പിന്നെ ഫുഡുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ പല ടൈപ്പ് സ്വിമ്മിംഗ് പൂൾ വേണ്ടവർക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്, ഹോട്ട് സ്വിമ്മിംഗ് പൂൾ, ചൂടില്ല സ്വിമ്മിംഗ് പൂൾ വേണ്ടവർക്ക് അതുണ്ട്. പിന്നെ ഇൻഡോർ ഉണ്ട് ചൂടില്ലത്, അതും പല ഡിഗ്രിയിലുണ്ട്. 40 ഡിഗ്രി, 20 ഡിഗ്രി, 24 ഡിഗ്രി. അതുമല്ലാണ്ട് പിന്നെ നമ്മൾ ഈ സോന എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ അതിലും ഡിഗ്രി കുറേ ഉണ്ട്. 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. പിന്നെ മണമില്ലത്, മണമില്ലാത്തത്, പല ടൈപ്പ് ഉണ്ട്. എന്തായാലും ഇരുന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത പോലെ ആവും. നല്ല സുഖം കിട്ടും. അടിപൊളി പരിപാടിയാണ്. ആരെങ്കിലും ബുഡാപെസ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ സംഭവം എന്തായാലും ഈട വരണം. കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഞാൻ കാണിച്ചു തരാം. അതാ ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഇത് കണ്ടോ,
ഇതാണ് സംഭവം. അങ്ങനത്തെ കുറേ ഉണ്ട് ഇവിടെ. അങ്ങനത്തെ കുറേ ഉണ്ട്. ഇതിപ്പോൾ കാണുന്നത്, ഇപ്പോൾ ഞാൻ കാണിച്ചത് ഒരു ഹോട്ട് സ്പ്രിങ് ആണ്. അതല്ലാണ്ട് സ്വിമ്മിങ് പൂളുണ്ട്, വേറെ കുറേ പരിപാടിയുണ്ട്. ഇതെല്ലാം ക്യാബിൻസാണ്. എക്സ്ട്രാ പൈസ കൊടുത്ത് ബുക്ക് ചെയ്യുന്ന ഇതെല്ലാം ക്യാബിൻ. ഇപ്പം ഏതായാലും മുടി ഉണക്കണം. മുടി ഉണക്കുന്ന പരിപാടി. മെട്രോ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ടാകുമ്പം കാണുന്ന സീനാണിത്. കണ്ടോ, ഹംഗ്രി. ഒരു അതായത് തിരക്കായാലും ഒരു പ്രശ്നമില്ല, അങ്ങോട്ട് ഉന്തും തള്ളോ അങ്ങനത്തെ ഒന്നുമില്ല. മൊത്തത്തിൽ ഈ നാട്ടിലെ ആൾക്കാരെ ഇല്ലൂടെ ഇമിഗ്രൻസും പരിപാടിയെല്ലാം ഭയങ്കര കുറവാണ്. അല്ല, ഈ നാട്ടില് ഇവരെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ ഇല്ല. നമ്മ അടുത്ത പരിപാടിയായ ഷൂട്ടിങ്ങിലേക്ക് പോലെ ഒറിജിനൽ തോക്കൊണ്ട് ഷൂട്ട് ചെയ്യും. ഡേറ്റ് ഉണ്ടോ? ഫയർ ആം ലൈസൻസ് നീഡഡ്, റിയൽ ഗൺ, 100% സേഫ്റ്റി. ഈ സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ കയറാൻ പോവുന്നു. അപ്പോൾ സ്ഥലം ഇങ്ങനെയല്ലേ ഉണ്ടോ ഗൈസ്? ഇതാ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വെടി വെക്കുന്ന സ്ഥലത്തേക്ക് പോലെ. Please come on in and take a seat. Colleague is David. Welcome. As you can see, our weapons are all ready to go. But before we start, let's watch a short video. Always look through the sides. Take it slow. ഗൈസ്, അപ്പോൾ ഇതെല്ലാം തോക്ക്. കണ്ട, ഇതൊന്നും ഇട്ട് ഡബിൾ ബാരലാ, ഡബിൾ ബാരലെല്ലാം പിടിച്ചിട്ട് നല്ല എടുക്കെടുക്ക. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പരിപാടി തീർന്ന്. ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടി തോക്കെല്ലാം തന്നിട്ടുണ്ട്. പലതരം തോക്കുണ്ട്. ഇതിൻ്റെ ഒന്നും പേരൊന്നും വലിയ പിടുത്തൂല. കണ്ട, പലതരം തോക്ക്. ഇതങ്ങനെയല്ല, 2 തോക്കെല്ലാം കൈ പിടിച്ചിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് സൈക്കന്മാർ. കൊള്ളാം. നിലത്തെല്ലാം കണ്ട ഫുള്ള് ബുള്ളറ്റ്സ് വീണ് പാടല്ല, ഇതിൻ്റെ ഷെല്ല്, ബുള്ളറ്റിൻ്റെ ഷെല്ല്. കൊള്ളാം. ഇതാണ് തോക്ക് വെടിവെക്കാൻ പഠിപ്പിക്കുന്ന ആൾ. ഗൈസ്, അപ്പം വെടിവെപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പെട്ടെന്ന് റിവർ ക്രൂസിന് ബുക്ക് ചെയ്തിന്. അത് അരമണിക്കൂറിൽ അതുമായി. അപ്പോൾ ഓടി പിടിക്കണേ. ഇനി പോന്ന നിൽക്കതാ നമ്മ മിനിയാന്ന് രാവിലെ കണ്ട സാധനം ഇപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ബസ് ഇപ്പം വരേണ്ടതാണ് 1 മിനിറ്റിൽ. ഇവിടെ 150 പോകുന്നു. വരേണ്ടതാണ് ബസ് 1 5 മിനിറ്റിൽ. കാണുന്നില്ല ഏതായാലും, കാരണം സമയമില്ല. മറ്റേ റിവർ ക്രൂസിന് ഒരു 1/4 മണിക്കൂർ മുമ്പ് എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം വൈകു 8:50. ഗൈസ്, നമ്മളിപ്പം റിവർ ക്രൂസിലെത്തി. നല്ല ഇരുട്ടായതുകൊണ്ടൊന്നും കാണുന്നില്ല, വൻ സീനാണ്. അപ്പം ഞാൻ ജസ്റ്റ് കാഴ്ചകൾ കാണിച്ചാൽ ഇത് കാണുമോ ഇല്ലോ എന്ന് എനിക്ക് തിരിയുന്നില്ല. നല്ല ഇരുട്ടാണ് എന്തായാലും. അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞ്. അപ്പം നാളെ രാവിലെ നമ്മൾ നേരെ വിയന്ന പോയിട്ട് ആടെ ഒരു ദിവസം നിന്നിട്ട് നാളെ രാത്രി ആണ് തിരിച്ച് പാരീസിലേക്ക്. കാരണം അങ്ങനെ എടുക്കുന്നതാണ് കുറച്ചും കൂടി ലാഭമുണ്ടായത്. അപ്പം നാളെ ഇപ്പം വിയന്ന പോയിട്ട് അടുത്ത കുറച്ച് സമയം ഉണ്ടാകും, ഒരു 6-8 മണിക്കൂറുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പരിപാടി നമുക്ക് നോക്കിയിട്ട് ബാക്കി വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം തീർന്നു. ബാക്കി